ഹായ് ഫ്രണ്ട്സ്, കരം ലേൺ വിത്ത് റീജ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം കേരള PSC നടത്തിയ പ്രിലിംസ് എക്സാമിന്റെ കട്ട് ഓഫ് ആണ്. അപ്പോൾ ജനുവരി 11-ന് കേരള PSC സെക്കൻഡ് പ്രിലിംസ് നടത്തി. 10th പ്രിലിംസ് ആണ്, രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പൊ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ സെക്രട്ടേറിയറ്റ് OA പോലുള്ള എക്സാമുകളുടെ പ്രിലിംസ് ആയിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു കട്ട് ഓഫ് എത്ര വരും എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ PSC പ്രൊഫഷണൽ ആൻസർ കീക്ക് പബ്ലിഷ് ചെയ്തു. അപ്പൊ അത് പ്രകാരം നമ്മൾ ഓരോന്നും നോക്കി. നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഒക്കെ ശരിയായിരുന്നു. ഓക്കെ, അപ്പോ നമുക്ക് എത്ര വരും എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ചില ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് പെട്ടെന്ന് എക്സാം ഹാളിലൊക്കെ ഇരിക്കുമ്പോൾ കൺഫ്യൂഷൻ വരുന്ന ചില ചോദ്യങ്ങളൊക്കെ എലിമിനേറ്റ് ചെയ്തിട്ടാണ് മാർക്ക് നോക്കുന്നത്. ഇപ്പൊ ധോളവീര പെട്ടെന്ന് കിട്ടണം എന്നില്ല. ഓൾറെഡി നമ്മുടെ സിലബസ് ഉള്ളതല്ല ഈ സാധനം, അല്ലെ? പണ്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ ആനി ബെസന്റ് ഈ ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തോ? നമ്മൾ തന്നെ എക്സാം ഹാളിൽ ഇരുന്ന് എത്ര ഇരുന്ന് ആലോചിച്ചാലും നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് ഒരിക്കലെങ്കിലും കേട്ടിട്ടില്ലാത്ത ഒരാൾക്ക് അത് എഴുതാൻ പറ്റത്തില്ല. ഒരു ആനി ബെസന്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. എന്നാൽ പാഞ്ചാല ശബ്ദമൊക്കെ സ്കൂൾ ബുക്കിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾ എഴുതും, അതിനൊരു മാർക്ക്. സ്വാഭിമാനം എഴുതും, അത് ഒരു മാർക്ക്. ഇനി ഇത് ഒത്തിരി പേർക്ക് അറിയാവുന്ന ഒരു കറണ്ട് അഫയർ ആണ്, തെലങ്കാന മഹാലക്ഷ്മി സ്കീം. എങ്കിലും ചിലർ തെറ്റിക്കും എന്നതിനാൽ ഞാൻ അതിനും മാർക്ക് ഇടുന്നില്ല. ഇനി കുറിച്ച് കലാപമൊക്കെ എല്ലാവരും എഴുതും, അതുകൊണ്ട് മാർക്ക് ഇട്ടു. സമാധാന നൊബേൽ പ്രൈസ് എഴുതും, നെഹ്റു ട്രോഫി എഴുതും. അതുപോലെ നമ്മുടെ ഈ ഒരു നവോത്ഥാന ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റുന്നതാണ്. ഖോ അതിന് മാർക്ക് ഇടുന്നില്ല. ഒത്തിരി പേര് എഴുതുന്ന ഒരു കറണ്ട് അഫയർ ആണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മളൊക്കെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഒരു കറണ്ട് അഫയർ ആണ്. ആയുഷ്മാൻ ഞാൻ മാർക്ക് കൊടുക്കുകയാണ്. കാര്യം ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് എല്ലാവർക്കും എഴുതാൻ പറ്റും. ഇനി ഹരിത ട്രൈബ്യൂണൽ, ഇതിനകത്ത് ചിലപ്പോൾ ലഞ്ച് ബെല്ലോ അല്ലെങ്കിൽ ഈ ഒരു നിസ്സഹകരണ പ്രസ്ഥാനം, ഇതിനകത്ത് മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് മാർക്ക് ഇടും. ലഞ്ച് ബെല്ലും ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്, കുടുംബശ്രീയുടെ പദ്ധതിയാണ്. അപ്പോൾ ചിലപ്പോൾ ഹരിത ട്രിബ്യൂണൽ അത്രയും അറിയണമെന്നില്ല, മാർക്ക് ചിലപ്പോൾ നമ്മൾ മറന്നു പോകാറുണ്ട്. എന്നാൽ ഇവിടെ മൂന്നെണ്ണത്തിൽ ഒരു മാർക്ക് എന്തായാലും എല്ലാവർക്കും കിട്ടും. ഇനി ഗുരുദേവന്റേത് കൃതി കിട്ടും. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഫൈനൽ കീഴിൽ ഡിലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ എല്ലാവരും സ്കോർ ചെയ്യുന്ന ഒരു മാർക്ക് തന്നെയാണ്. പിന്നെ കമ്മീഷണർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് എല്ലാവർക്കും കിട്ടും. ഹെബിയസ് കോർപ്പസ്, ആനന്ദമഠം, ഇത് കിട്ടും. പിന്നെ ഇതും എല്ലാവരും പഠിച്ചു വെച്ചേക്കുന്നുണ്ട്. 15 പേരുടെ പേരുകൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ആസാം ഹിമാലയം കിട്ടാൻ സാധ്യതയില്ല, അത് ക്യാൻസൽ ചെയ്യുന്നു. കരേവ മണ്ണ് റിപ്പീറ്റഡ് ആയതുകൊണ്ട് അതിടുന്നു. ഈ ട്രൈബ്യൂണൽ നിയമം അത് കിട്ടാൻ സാധ്യതയില്ല. ടൂത്ത് പേസ്റ്റ് ഇപ്പൊ പ്രൊവിഷണൽ കീ പ്രകാരം അത് ടൈറ്റാനിയം ഓക്സൈഡ് ആണ്, എങ്കിലും നമ്മൾ അതിന് മാർക്ക് കുറയ്ക്കുകയാണ് കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട്. ഇവിടെ ഓക്സ്ബോ തടാകങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അതുപോലെ സ്കൂൾ ബുക്കിലുള്ളതാണ്, അതുകൊണ്ട് മാർക്ക് ഇടുന്നു. കഥകളി രാമനാട്ടം എല്ലാവർക്കും കിട്ടും. വടക്കേരത്തുള്ള നദി, ചിങ്ങം 1, നാഫ്ത, നീണ്ടകര, ഇതൊക്കെ കിട്ടും. പിന്നെ പോലീസിന്റെ ഈ ഒരു മുദ്രാവാക്യം, ആപ്തവാക്യം വന്നതുകൊണ്ട് കൺഫ്യൂഷൻ വരും എന്നുള്ളത് കൊണ്ട് അതിന് മാർക്ക് എടുക്കുന്നില്ല. ഇനി അടുത്തത് ഇങ്ങനെ വാഗ്ബടാനന്ദയും മാർക്ക് എടുക്കുന്നില്ല, കാര്യം പലരും മറക്കും. സമയമാകുമ്പോൾ മരിച്ച ഡേറ്റ് ഒക്കെ മറന്നു പോകും, അതുകൊണ്ട് അതിന് മാർക്ക് ഇടുന്നില്ല. വക്കത്തിൻ്റെത് മാർക്ക് എടുക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിന് മാത്രമാണ് മാർക്ക് എടുത്തു പോകുന്നത് കേട്ടോ. അല്ലാത്തതിന്റെ എല്ലാം മാർക്ക് അതുപോലെ കളയുകയാണ്, എടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു കറണ്ട് അഫയർ കണ്ടോ, നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് എടുത്തുകൊണ്ടുവന്നത്. അജണ്ട 21, അതുപോലെ ഈ ഒരു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും. ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് കിട്ടുന്നതാണ്. മനുഷ്യാവകാശ കമ്മീഷൻ കിട്ടുന്നതാണ്. വിവരാവകാശ കമ്മീഷൻ ഇത് കിട്ടും. ഇലക്ട്രോനെഗറ്റിവിറ്റി കിട്ടും. സ്ഥിരകാന്തങ്ങൾ അത് കിട്ടും. തെർമോപ്ലാസ്റ്റിക് നമ്മളിവിടെ മാർക്ക് എടുക്കുന്നില്ല ഈ സയൻസ് ക്വസ്റ്റ്യന്. പ്രോട്ടോണിൻ്റെത് കിട്ടും. LPG കിട്ടും. ബീജ സംയോഗം ഇത് കിട്ടുന്നില്ല. ഓവിയൽ വിത്താകുന്നു എന്നാണ് പ്രൊഫഷണൽ കീഴിൽ പറയുന്നത്, അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ എടുക്കുന്നില്ല. XC2 ഗ്രന്ഥികോശങ്ങൾ കിട്ടുന്നതാണ്. ഗ്ലോബിലിൻ കിട്ടുന്നതാണ്. ഇനി നമ്മളുടെ ലിപ്പേസ് അത് മാർക്ക് എടുക്കുന്നില്ല. പിന്നെ പ്രവേഗ മാറ്റത്തിന്റെ നിരക്ക് ത്വരണം അതൊക്കെ കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ മാർക്ക് ഒരു 80 ചോദ്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു 59 മാർക്കാണ് നമ്മുടെ GK സെക്ഷനിൽ എടുക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് കിട്ടാത്തത് എന്നുള്ള രീതിയിൽ നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണ്. ഇനി മാത്സിലേക്ക് പോകുമ്പോൾ മാത്സ് എല്ലാം ഈസി ആയിരുന്നു. ഒരു എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മാത്സിൽ വന്നേക്കുന്നത്. 20-ൽ 20 ആയിരിക്കും ഒരുവിധ എല്ലാവരും നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയുടെ മാർക്കാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 20-ൽ 20 തന്നെ ആയിരിക്കാം എല്ലാവരും സ്കോർ ചെയ്തത്. എങ്കിലും മാത്സ് ടഫായിട്ടുള്ളവർക്കൊക്കെ എന്തോ 1-2 മാർക്ക് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് തെറ്റി എങ്കിൽ 18 മാർക്കിലേക്ക് നിൽക്കും, അല്ലെ? അപ്പോ നമുക്ക് മാത്സിന് ഒരു 18 മാർക്കും
GK ഒരു 59 മാർക്കും സ്കോർ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കും. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ നമുക്കൊരു 77 മാർക്ക് കിട്ടുന്നുണ്ട്. ഇനി കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് മാർക്ക് നെഗറ്റീവായി പോകത്തില്ലേ? നമ്മളിൽ നിന്ന് കുറച്ച് മാർക്കൊക്കെ നെഗറ്റീവായി പോകും. അപ്പോ ഒരു കട്ട് ഓഫ് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു കട്ട് ഓഫ് 56 ടു 65 ആണ്. എന്തുകൊണ്ടാണ് ഇത്രയും കുറച്ചത് എന്ന് ചോദിച്ചാൽ, ഇതൊരു മെയിൻസ് എക്സാം ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു കട്ട് ഓഫ് 74 ഒക്കെ വന്ന് നിന്നേനെ. പക്ഷേ ഇതൊരു പ്രിലിംസ് എക്സാം ആണ്. അതുകൊണ്ട് തന്നെ മാക്സിമം പേരെ എടുക്കണം, അടുത്ത മെയിൻസിന് ഒരു ചാൻസ് കൊടുക്കണം എന്നാണ് PSCക്ക് താല്പര്യം. ഒരു മാക്സിമം നമ്പർ ഓഫ് ആളുകൾ, അതായത് ഒരുവിധം പഠിച്ച ഒരു കുട്ടി എന്ത് ചെയ്യട്ടെ, അടുത്ത മെയിൻ എക്സാം എഴുതിക്കോട്ടെ, ആ കുട്ടിക്ക് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് മാത്രമേ PSC ചിന്തിക്കത്തുള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എക്സാം ഹാളിൽ പോയവരാണ്, നിങ്ങൾ കണ്ടതാണ് കുട്ടികളെ എത്ര പേരുണ്ടായിരുന്നു നിങ്ങളുടെ ക്ലാസ്സുകളിൽ, ഒരുപാട് ആബ്സെന്റീസ് ഉണ്ടായിരുന്നില്ലേ? അപ്പൊ നമ്പർ ഓഫ് കുട്ടികൾ, എഴുതിയ കുട്ടികളുടെ എണ്ണം കുറവാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ഭയങ്കര ഒരു ഇപ്പൊ LDC പോലുള്ളയോ അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ എക്സാം ഒന്നും അല്ല, ഇതൊരു SSLC എക്സാം ആണ്. ഇത് ഒരു OA എക്സാം, LGS ലെവൽ കാറ്റഗറിയാണ്. സ്റ്റോർ കീപ്പർ, സെക്രട്ടറി OA, അങ്ങനത്തെ ഒരു കാറ്റഗറിയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, കട്ട് ഓഫ് കുറച്ച് കുറയ്ക്കും. അങ്ങനത്തെ രീതിയിൽ കട്ട് ഓഫ് കുറയ്ക്കും. അപ്പൊ ഈ ഒരു 3 കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചിട്ടാണ് ഒരു 77 മാർക്കൊക്കെ വരും. പിന്നെ നെഗറ്റീവ് ഒക്കെ പോയിട്ട് ഒരു 73, 74 റേഞ്ച് ഒക്കെ ഒരുവിധം എല്ലാവരും സ്കോർ ചെയ്യുന്നുണ്ടായിരിക്കും. 70 മുകളിലൊക്കെ ഒരുവിധം നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചും കാണും. അപ്പോൾ നമുക്കൊരു കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് 56 മുതൽ 65 വരെയാണ്. കാര്യം ഈ ഒരു 3 റീസൺസ് ആണ് ഇതിന് കാരണം, കട്ട് ഓഫ് ഇത്രയും കുറയ്ക്കാൻ കാരണം. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, മെയിൻസ് എഴുതാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ അവസരം നിങ്ങൾ നല്ല രീതിയിൽ മുതലാക്കുക. കാര്യം മെയിൻസിന് തീർച്ചയായിട്ടും നമ്പർ ഓഫ് കുട്ടികളെ കുറച്ച് മതി. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഒക്കെ കൂട്ടി വെക്കും. പിന്നെ നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ജോലിയും കിട്ടത്തുള്ളൂ. സെക്രട്ടറി OA എന്ന് പറയുന്ന ഒരു പോസ്റ്റ് നല്ലൊരു ജോബ് തന്നെയാണ്. കാര്യം പെട്ടെന്ന് തന്നെ പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ കിട്ടും. അതിവിടെ നല്ലൊരു ഗ്ലാമർ സ്ഥലമാണ് ഈ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. അവിടെ വർക്ക് ചെയ്യാൻ എല്ലാവർക്കും ആഗ്രഹമാണ്. സെക്രട്ടറിയിൽ മാത്രമല്ല, PSC ഓഫീസിൽ, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ മെയിൻസിന്റെ കോമ്പറ്റീഷൻ കുറച്ച് കൂടുതലായിരിക്കും, നല്ല കട്ട് ഓഫും വരും. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മാർക്കിന്റെ റേഞ്ചിൽ വന്നാൽ പ്രിലിംസ് എഴുതാനുള്ള ഒരു അവസരം ലഭിക്കും. ഇനി 56 ടു 65 ആണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കട്ട് ഓഫ്. ഇനി നമ്പർ ഓഫ് കുട്ടികളൊക്കെ കുറവായിരുന്നു, അതുപോലെ തന്നെ കുറച്ച്, അതായത് കുറച്ചും കൂടെ കുട്ടികൾ എഴുതിക്കോട്ടെ എന്നൊക്കെ PSC വിചാരിച്ചാൽ ചിലപ്പോൾ ഇതിൽ താഴ്ത്തും കേട്ടോ കട്ട് ഓഫ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കട്ട് ഓഫ് കണ്ടുകൊണ്ട് മെയിൻസിന്റെ പഠനമൊന്നും ആരും സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് ഒരു മെയിൻസ് എഴുതാൻ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നൊക്കെ കരുതി ഈ ഒരു കട്ട് ഓഫ് കണ്ടുകൊണ്ട് നിങ്ങൾ ആരും പഠനം ഉപേക്ഷിക്കരുത്. എല്ലാവരും നല്ല രീതിയിൽ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോളൂ. അപ്പോൾ റിസൾട്ട് PSC ആണ് അനൗൺസ് ചെയ്യുന്നത്. ഇത് കുറെ കുട്ടികൾക്കൊക്കെ ഒരു ആശ്വാസമാണ്, ഒരു കട്ട് ഓഫ് അറിയുമ്പോൾ. അപ്പോൾ നിങ്ങളൊക്കെ എഴുതി വെച്ചേക്കണം, ഒരു ചെറിയൊരു കട്ട് ഓഫ് ഒക്കെ ഒന്ന് കേൾക്കുമ്പോൾ കുറെ കുട്ടികൾക്ക് ഒരു സമാധാനം കിട്ടുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഇതിൽ മാർക്ക് താഴ്ന്നു വാങ്ങിച്ചവര് പഠനം ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ മെയിൻസ് നോക്കണ്ടല്ലോ, എനിക്ക് കിട്ടത്തില്ലല്ലോ, അങ്ങനെ കരുതി ഒരാൾ പോലും മാറി നിൽക്കരുത്. കാര്യം പിന്നീട് നിങ്ങൾക്ക് കട്ട് ഓഫ് കുറച്ചും കൂടെ അവർ PSC താത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അവസരവും കിട്ടും, നിങ്ങൾ പഠിച്ചില്ല എന്ന് പറയുമ്പോൾ നമുക്കതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും പഠിക്കണം. ഇതിന്റെ പേരിൽ ആരും പഠിക്കാതിരിക്കരുത് എന്നുകൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇത് എന്റെ മാത്രം ഒരു പ്രഡിക്ഷൻ ആണ്, ഞാൻ പറയുന്ന ഒരു അഭിപ്രായം മാത്രമാണ്. ഇപ്പൊ LDCയുടെ ഒക്കെ നമ്മളുടെ പ്രഡിക്ഷൻ 100 ഔട്ട് ഓഫ് 100 ആ ഒരു രീതിയിൽ ഫുള്ള് ശരിയായി. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കട്ട് ഓഫ് ആണ് ഞാൻ ഒരു എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കൂ, എല്ലാവർക്കും നല്ല ജോലി കിട്ടട്ടെ. 2025 ഒക്കെ നിങ്ങളുടെ ഒരു സ്വപ്നം പോലെ നല്ലൊരു ജോലിയിലേക്ക് നിങ്ങൾ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.